ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയൻസ് ചെയ്തത്. അപ്പോൾ പുതുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തോന്നിക്കുന്ന കുറച്ച് അടിപൊളിയായിട്ടുള്ള ഗെയിംസ് പരിചയപ്പെടുത്തി തന്നെയാണ്. അതായത് സർവൈവൽ ഗെയിംസാണ് നമ്മളൊന്ന് ഈ വീഡിയോയിൽ കാണിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ നല്ല വീഡിയോ ചെയ്യുന്ന എന്തെങ്കിലും ടൈപ്പ് ഗെയിമുകളുടെ വീഡിയോ ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു കമൻറ്റിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്കും ഏതെങ്കിലും ടൈപ്പ് ഗെയിമുകൾ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളെ ഒരു എല്ലാ ടൈപ്പ് സർവൈവൽ ഗെയിംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ചെറിയ സൈസുള്ളത്, വലിയ സൈസുള്ളത്, അതേപോലെ തന്നെ ഓൺലൈൻ കളിക്കാൻ പറ്റുന്നത്, ഓഫ്ലൈൻ കളിക്കാൻ പറ്റുന്നത്, പിന്നെ അതേപോലെ തന്നെ ഫാൻറ്റസി പോലെ അങ്ങനെ തോന്നുന്ന ഗെയിമുകൾ, പിന്നെ അതേപോലെ തന്നെ പലതരം സർവൈവൽ ഗെയിമുകൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ 5 ഗെയിമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് 5 സർവൈവൽ ഓപ്പൺ വേൾഡ് ഗെയിംസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പ് തൊട്ട്, അതായത് കൂടിയ MB തൊട്ട് കുറഞ്ഞ MB ഉള്ള സൈസ് വരെയാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും ടോപ്പ് MB ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 GB അടുത്ത സൈസ് വരുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ 1.7 GB ആണ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ. അതിന് ശേഷം ഒരു 300 MB ആണ് നമുക്ക് വേറെ ഡൗൺലോഡ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു അടിപൊളി ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിമാണ്. അപ്പോൾ ഇത്ര സൈസ് ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിലിങ്ങനെ സോംബീസൊക്കെ വരും. അപ്പോൾ അവരൊക്കെ കില്ല് ചെയ്യണം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വേറെ കുറച്ച് വിഷ്വൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഈ ഒരു ഗെയിമിലത്തെ വിഷ്വൽസാണ്. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ ഫുള്ളായിട്ടുള്ള പേര്, അതേപോലെ തന്നെ പ്ലേ സ്റ്റോറിലെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ പോലത്തുള്ള വീഡിയോ ആണ്. ഒരുവിധം എല്ലാ സംഭവങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സർവൈവൽ ഗെയിമാണിത്. അപ്പോൾ ഇതാണ് ആ ഗെയിമിൻ്റെ പേര്. നമ്മൾ പിന്നെ ഫസ്റ്റ് കളിച്ച ഗെയിമിൻ്റെ പേരാണ് ലാസ്റ്റ് ഐലൻഡ് ഓഫ് സർവൈവൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏകദേശം ഒരു 2 GB അടുത്ത സൈസ് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സർവൈവൽ ഗെയിം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഗെയിം ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ നമ്മളിപ്പോൾ ക്യാരക്ടറാണ് ഈ ഒരു കാണുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഗെയിം ഇപ്പോൾ നമ്മുടെ കൺട്രോൾസ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിങ്ങനെ ഒരു ഓപ്പൺ വേൾഡിൽ എങ്ങനെ നടന്നു പോകുന്നതും, പിന്നെ ആൾക്കാരെ കാണുന്നതും, പിന്നെ അതേപോലെ തന്നെ സോംബീസിനൊക്കെ കാണുന്നതും, അവരെ കുറച്ച് കില്ല് ചെയ്യുന്നതും, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ളൊരു ഗെയിമാണിത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ രീതിയിൽ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് സോംബീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വാളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ വെട്ടാനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്, ലെഫ്റ്റ് ടു സർവൈവ് സോംബി ഗെയിംസ് എന്നാണ്. അപ്പോൾ ഇതും ഏകദേശം 1 GB അടുത്ത സൈസ് വരും. 829 MB നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്ക് 300 MB കൂടി വേറെയും ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊരു ഓൺലൈൻ ഗെയിമാണ്. അപ്പോൾ ഏകദേശം 1 GB സൈസ് വരുന്നത് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു ഗെയിമാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഗെയിം. ഇതൊരു അടിപൊളി ഗ്രാഫിക്സ് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഗെയിമാണ്. നല്ല ഫാൻറ്റസി ഗെയിം പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഗെയിം. അപ്പോൾ ഇതിലത്തെ കുറച്ച് വിഷ്വൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഗെയിം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നോക്കിയാണ് നല്ല അടിപൊളി ഗ്രാഫിക്സ് ആണ്. അതേപോലെ തന്നെ നല്ലൊരു ഫാൻറ്റസി പോലത്തെ ഒരു തോന്നുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 800 MB താഴെയാണ്. അപ്പോൾ 780 MB ആണ് ഈ ഒരു ഗെയിമിന് വരുന്നത്. അപ്പോൾ ഇതൊരു ഓൺലൈൻ ഗെയിമാണ്. അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന അടുത്ത ഗെയിമുകളൊക്കെ ഓഫ്ലൈൻ ഗെയിമുകളാണ്. അപ്പോൾ നമുക്ക് അത് ഏതാ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കളിച്ച ഗെയിമിൻ്റെ പേരാണ് ഡോൺ ലാൻഡ്സ് എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന 2 ഗെയിമും വളരെ സൈസ് കുറഞ്ഞ, അതേപോലെ തന്നെ ഓഫ്ലൈനായിട്ട് നമുക്ക് കളിക്കാൻ പറ്റിയ ഓപ്പൺ വേൾഡ് ആയിട്ടുള്ള ഗെയിമുകളാണ്, സർവൈവൽ ഗെയിംസാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിമിൽ നമുക്ക് വണ്ടികളൊക്കെ എടുത്ത് ഓടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു കാർ എടുത്തതിന് ശേഷം ഓടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിതേ കാർ എടുത്തിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് ഒന്ന് പോവുകയാണ്. ഇവിടെ ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്ത് നമുക്ക് ഇതേപോലെ പുറത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഗ്രാഫിക്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്ന ഏകദേശം 200 MB താഴെയാണ്. അപ്പോൾ ഈ രീതിയിൽ നല്ലൊരു ഓപ്പൺ വേൾഡ് സർവൈവൽ ഗെയിം തന്നെയാണിതും. അപ്പോൾ ഈ രീതിയിലൊക്കെ വണ്ടി മുകളിലേക്കൊക്കെ കയറി പോകും. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഒരു ഗെയിമിൻ്റെ പേര്, എറ്റ് സർവൈവ് ഓപ്പൺ വേൾഡ് സാൻഡ് ബോക്സ് എന്നാണ് ആ ഒരു ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇത് അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാഫിക്സ് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഗ്രാഫിക്സ് ഉണ്ട്. അപ്പോൾ ഇതും ഭയങ്കര സൈസ് കുറഞ്ഞ ഗെയിമാണ്. പിന്നെ അതേപോലെ തന്നെ ഓഫ്ലൈനായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റത്തെ ഗെയിമാണ് ഈ ഒരു ഗെയിം. അപ്പോൾ ഇതും ഒരു ഓപ്പൺ വേൾഡ് സർവൈവൽ ഗെയിമാണ്. അതേപോലെ തന്നെ ഓഫ്ലൈനാണ്. അതേപോലെ തന്നെ നേരത്തെ പോലെ തന്നെ സൈസ് കുറവാണ്. ഏകദേശം 200 MB താഴെ നമുക്ക് സൈസ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സർവൈവ് ചെയ്യേണ്ട ഒരു ഗെയിമാണ്. അതായത് ഇങ്ങനെ ആൾക്കാരൊക്കെ കില്ല് ചെയ്ത് നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അങ്ങനെ സർവൈവ് ചെയ്യേണ്ട ഒരു ഗെയിമാണിത്. അപ്പോൾ ഇതാണ് ഗെയിമിൻ്റെ പേര്, ലീവ് ഓർ ഡൈ സോംബി സർവൈവൽ എന്നാണ് ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള നല്ലൊരു ഗെയിമാണ്. അതായത് നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനകത്ത് നോട്ടിഫിക്കേഷൻ വിടുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ കണ്ടതുമായി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.